കുടമാളൂരിൽ തളിർത്ത വല്ലരേ, മുട്ടുച്ചിറയിൽ വളർന്ന പൂമുട്ടേ, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകി നിറഞ്ഞ സുഗന്ധം നീ. കുടമാളൂരിൽ തളിർത്ത വല്ലരേ, മുട്ടുച്ചിറയിൽ വളർന്ന പൂമുട്ടേ, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകി നിറഞ്ഞ സുഗന്ധം നീ. വിശുദ്ധയാൽ പോസേ പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാചനകൾ വിണ്ണിലുയർത്തണമേ. വിശുദ്ധയാൽ പോസേ പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാചനകൾ വിണ്ണിലുയർത്തണമേ. സ്നേഹമുള്ളവരെ, അൽഫോൻസാമ്മയുടെ തിരുനാളിനൊരുക്കമായുള്ള 6ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയുടെ 6ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നേ ദിവസം വളരെ പ്രത്യേകമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് സഹനമെന്ന പുണ്യത്തെക്കുറിച്ചാണ്. ഇന്നത്തെ സുവിശേഷവും ലേഖനവും നിസീലിസിലെ വിശുദ്ധ യാക്കോബിന്റെ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ നൽകപ്പെട്ടവയാണ്. നിസീലിസിലെ വിശുദ്ധ യാക്കോബ് 4ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ വിശുദ്ധനാണ്. പൗരസ്ത്യ സഭയിലും പാശ്ചാത്യ സഭയിലും വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്ന ഒരു വിശുദ്ധൻ. അദ്ദേഹം പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാരിൽ വലിയവനായ, ദൈവശാസ്ത്രത്തിൽ വലിയവനായ വിശുദ്ധ അപ്രേമിന്റെ ആത്മീയ ഗുരുവും നിയന്താവുമെല്ലാമായിരുന്ന വ്യക്തിയാണ്. നിക്കിയ സുഗർദോസിൽ പങ്കെടുക്കുകയും അന്ത്യോക്യയിൽ വെച്ച് നടന്ന സുഗർദോസിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്ത വലിയ ദൈവശാസ്ത്രജ്ഞനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തിരുനാളിൻ പശ്ചാത്തലത്തിലായിരുന്നു ഇന്നത്തെ വായന. പക്ഷേ ഇന്നത്തെ വായനയും സുവിശേഷവും അൽഫോൻസാമ്മയുടെ ജീവിതത്തോടും വളരെ ചേർന്ന് പോകുന്നതാണ്. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട കാര്യം ഇതായിരുന്നു: ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത ആരെയും നിങ്ങൾ ഭയപ്പെടേണ്ട.
ആ ഒറ്റ വാക്യം മതി നമുക്ക് അൽഫോൻസാമയുടെ ജീവിതവുമായിട്ട് സഹനമെന്ന പുണ്യവുമായിട്ട് ബന്ധിപ്പിച്ച് കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തുവാൻ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ധ്യാനിക്കുവാനെല്ലാം അവ സഹായിക്കുന്നതാണ്. പൗലോസ് ശ്ലീഹ കൊരിന്ഥോസിലെ സഭയ്ക്ക് എഴുതിയപ്പോൾ പൗലോസ് ശ്ലീഹായും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഞങ്ങളുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ലൗകികമായിട്ടുള്ളതല്ല, ജഡികമായിട്ടുള്ളതല്ല, ജഡികമായിട്ടുള്ള യുദ്ധവുമല്ല നിങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോഴാണ് സഹനമെന്ന പുണ്യത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൽഫോൻസാമയെ നമ്മൾ പലപ്പോഴും സഹനത്തിന്റെ പുത്രി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അൽഫോൻസാമയുടെ ജീവിതത്തിൽ ധാരാളം സഹനം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ നമ്മൾ അൽഫോൻസാമയുടെ ജീവിതത്തെ വൈകാരികമായിട്ട് കാണുമ്പോഴാണ്, അൽഫോൻസാമയുടെ ജീവിതത്തിൽ ഉണ്ടായ സഹനങ്ങളെ വൈകാരികമായിട്ട് കാണുമ്പോഴാണ് അൽഫോൻസാമയെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ തോന്നുക. അൽഫോൻസാമ സഹനത്തിന്റെ പുത്രിയായിരുന്നു, വളരെയധികം സഹിച്ചു എന്നൊക്കെ. അത് ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണമായിരിക്കാം. പക്ഷേ അൽഫോൻസാമയുടെ ജീവിതത്തെയും ജീവിതത്തിലുണ്ടായ സഹനത്തെയും ഒക്കെ നമ്മൾ വിചാരത്തോടെ വിശ്വാസത്തിന്റെ വെളിച്ചത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൽഫോൻസാമ സഹനത്തിന്റെ പുത്രിയല്ല. ഈ സഹനം ഏറ്റെടുക്കുവാനായിട്ട് സാധിച്ചതും ജീവിതത്തിൽ സംതൃപ്തയായിട്ട് ജീവിതം പൂർത്തിയാക്കുവാൻ സാധിച്ചതും അൽഫോൻസാമ പ്രത്യാശയുടെ പുത്രിയായിട്ടുണ്ട്. ഈ ലോക ജീവിതത്തിൽ ഇന്നത്തെ ഓനീസാദ സപ്ര നിങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെയും പറയുന്നത് ഈ കാര്യം തന്നെയാണ്. ഈ ലോക ജീവിതത്തില് ഉള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് അനശ്വരത നേടിത്തരുന്നത്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തെയും ഈ ലോകത്തിലുള്ള നേട്ടങ്ങളെയും പല കാര്യങ്ങളെയും സെക്കൻഡറി ആയിട്ട് പരിഗണിക്കുവാനായിട്ട് സാധിച്ചവരാണ് വിശുദ്ധരെല്ലാവരും. ആ രീതിയിലാണ് അൽഫോൻസാമയുടെ ജീവിതത്തിലെ സഹനം ഇതിനപ്പുറമുള്ളത്. എന്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഈ സഹനത്തിനോ രോഗത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ എന്റെ ശരീരത്തെ നശിപ്പിക്കുവാനേ സാധിക്കൂ എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യവും കർത്താവിനുള്ള പ്രത്യാശയും ഉണ്ടായിരുന്ന അൽഫോൻസാമയ്ക്കാണ് ആ സഹനം, അത് ദൈവപരിപാലനയിൽ വന്നതാണേലും സഹോദരങ്ങളിലൂടെ വന്നതാണേലും അവയിൽ ദൈവികത കാണുവാനായിട്ട് സാധിച്ചത്. ഇതിനപ്പുറമുള്ള ജീവിതത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിച്ചത്. അതാണ് പഴയ നിയമത്തിലാണേലും പുതിയ നിയമത്തിലാണേലും നമ്മൾ വിശുദ്ധരായിട്ടുള്ളവരിൽ കാണുന്ന കാര്യമതാണ്. സഹനത്തെ അവർ സ്വീകരിച്ചത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചതുകൊണ്ടാണ്. നമ്മളൊക്കെ പലപ്പോഴും ആവർത്തിക്കുന്ന സങ്കീർത്തനമുണ്ടല്ലോ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം കർത്താവാണ് എന്റെ ഇടയൻ. ഈ ഒരു ബോധ്യമുള്ളവർക്കാണ് ജീവിതത്തിലെ സഹനത്തെ ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കുക. അബ്രാഹത്തിന്റെ ജീവിതത്തെ നമ്മൾ നോക്കിയാൽ, മോശയുടെ ജീവിതത്തെ നമ്മൾ നോക്കിയാൽ, ഈ പഴയ നിയമത്തിൽ വന്നിട്ടുള്ള ന്യായാധിപന്മാരുടെയോ പ്രവാചകന്മാരുടെയോ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ നോക്കിയാൽ അവർ ഇക്കാര്യം ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചവന് ഈ ലോകത്തിൽ കൂടാരം പിടിക്കുവാൻ സാധിക്കുകയില്ലെന്നും ഇവിടെ വല്ല എന്റെ കൂടാരമെന്നും ഒക്കെ തിരിച്ചറിയുന്നത് കൊണ്ട് ഇവിടെ വരുന്നതെല്ലാം സംതൃപ്തിയോടെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോബിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ജോബിന്റെ സഹന ജീവിതത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ജോബ് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കുവാൻ മടിക്കരുത്. ദൈവം തിന്മ തരുന്നു എന്നുള്ളതല്ല പെരുട്, മറിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വരുന്നതെല്ലാം ദൈവത്തിന്റെ പരിപാലനയിൽ വരുന്നതായതുകൊണ്ട് ഏറ്റെടുക്കുവാനായിട്ട് സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നു. അത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ പ്രത്യാശ എന്നുള്ള പുണ്യമാണ് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനെ ആ പ്രത്യാശയുടെ വെളിച്ചത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അൽഫോൻസാമയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ സകലമെന്ന പുണ്യത്തിന് മാനുഷികമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണെങ്കിലും മാനുഷികമായിട്ടുള്ള ഇടപെടലിലൂടെ വരുന്നതാണെങ്കിലും അവയിൽ ദൈവികത കാണുവാൻ, ദൈവപരിപാലന കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവയെ അതിജീവിക്കുവാൻ, സംതൃപ്തിയോടെ നേരിടുവാനായിട്ട് സാധിക്കൂ. ഇന്നലെ നമ്മൾ ചിന്തിച്ചതിനോട് തുടർന്ന് ഇതിലും ചിന്തിക്കണം.
ദൈവത്തിൽ പരിപൂർണ ആശ്രയം വയ്ക്കുകയും തന്റെ നേട്ടമോ തന്റെ സവിശേഷമായിട്ടുള്ള പ്രശസ്തിയോ ഒന്നും ആഗ്രഹിക്കാത്തവർക്ക് മാത്രമേ ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് സകലത്തെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുകയും ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധിക്കുന്നതിനെ മാത്രം ഭയപ്പെടുകയും അകറ്റി നിർത്തുകയും ചെയ്യുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ സമരായുധങ്ങൾ ലൗകികമായിട്ടുള്ളതോ ജടികമായിട്ടുള്ളതോ അല്ല. നമ്മൾ ആത്മീയ സമരത്തിലുമാണ്, ഭൗതികമായ സമരത്തിലുമല്ല നമ്മൾ ഇടപെട്ടിരിക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഈ ലോകത്തിൽ കർത്താവിന്റെ നാമം ഏറ്റുപറയുന്നവരെ അവരുടെ നാമം കർത്താവ് ഏറ്റുപറയുന്നതാണ്. അങ്ങനെ ഈ ലോകത്തിൽ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടോ ജീവിതം ത്യാഗപൂർണമായിട്ട് നയിച്ചുകൊണ്ടോ അവിടുത്തെ നാമത്തിന് സാക്ഷ്യം നൽകിയവരെയാണ് കർത്താവ് ശ്രേഷ്ഠരായിട്ട് നമുക്ക് ഇന്നും എന്നും മാതൃകയായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ആണ് നമ്മൾ അൽഫോൻസ് സ്വാമിയെ നമ്മുടെ ജീവിതത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ ജീവിത മാതൃക അനുകരിക്കുകയും ചെയ്യുന്നത്. ആ രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സകലത്തിന്റെയും കർത്താവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെ കുറിച്ചും അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളെ കുറിച്ചും ഞങ്ങൾ മനസ്സരിച്ച് പ്രതിപേക്ഷിക്കുകയും ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. സർവനന്മ സ്വരൂപിയ അങ്ങേ ഞങ്ങൾ മുഴു ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങേ വിശ്വസ്തദാസിയായ വിശുദ്ധാത്മാവിക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശുദ്ധ വരങ്ങളെ കുറിച്ചും ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അൽഫോൻസ് സ്വാമിയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നയിക്കണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധാത്മാവ് സ്വാമി വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാലാം ദിവസത്തെ പ്രാർത്ഥന. സഹനം സ്നേഹത്തെ അളക്കുന്നതിനുള്ള അളവ് പോലാണല്ലോ. രോഗത്തിന്റെ കഠോര വേദനകളെ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സഹിക്കുവാൻ അൽഫോൻസ് സ്വാമിക്ക് അനുഗ്രഹം നൽകിയ ദൈവനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അധന്യാത്മാവിനെ അനുകരിച്ച ജീവിതക്ലേശങ്ങളെ ക്ഷമയോടും സന്തോഷത്തോടും കൂടി സഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്നും പ്രത്യേകമായി ഞങ്ങൾ ഈ നൊവേനയിൽ യാചിക്കുന്ന അനുഗ്രഹവും അങ്ങേ വിശ്വസ്തദാസി വഴി ഞങ്ങൾക്ക് നൽകുമാറാകണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Sweet
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പരിശുദ്ധ കുർബാനയോടുള്ള അതിരറ്റ വിശ്വാസത്തിലും ഭക്തിയിലും പ്രശോഭിച്ച വിശുദ്ധാത്മയെ പോലെ വിശ്വാസത്തിൽ ഉറച്ചുകൊള്ളുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളോട് ക്ഷമിച്ച് അവർക്ക് സേവനം ചെയ്ത ദൈവസ്നേഹത്തിന്റെ ബഹുമത മാതൃകയായി തീർന്ന അൽഫോൻസാമയെ അനുകരിച്ച് പരസ്നേഹത്തിന്റെ മാതൃകയിൽ സഞ്ചരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹ ചൈതന്യം വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എളിമയും വിധേയത്വവും ജീവിതാദർശമായി സ്വീകരിച്ച് എല്ലാറ്റിലും അധികാരികൾക്ക് കീഴ്വഴങ്ങിയ ഉത്തമ സന്യാസിനിയായി ജീവിക്കുവാൻ അൽഫോൻസാമയെ അനുഗ്രഹിച്ച കർത്താവേ, അനുസരണത്തിന്റെ മാതൃക ഞങ്ങളുടെ ഭവനങ്ങളിലും സമൂഹത്തിലും പുലർത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഠിനമായ ലോകത്താൽ ക്ലേശം അനുഭവിച്ചവണെങ്കിലും സുബോധത്തോടെ തന്റെ പാവനാത്മാവിനെ ദൈവതിരുക്കരങ്ങളിൽ കൈയാണിക്കുവാൻ അൽഫോൻസാമയെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങൾക്ക് ദീർഘായുസ്സും നല്ല മരണവും ലഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല. സത്യം സത്യമായി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരുമെന്ന് അരുളി ചെയ്ത സ്നേഹനിധിയായ ഈശോയെ, അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. ഈശോ മറിയം യോസേപ്പേ, നിങ്ങളുടെ പ്രത്യേക ഭക്തിയായ വിശുദ്ധ അൽഫോൻസാമയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും ഭാവികളുമെങ്കിലും നിങ്ങളുടെ മക്കളായി ഞങ്ങളെ വിശുദ്ധീകരിച്ച് സ്വർഗ്ഗസഭ
സൗഭാഗ്യത്തിനായി യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കായി ഇപ്പോൾ എത്രയും ആവശ്യമായി അനുഗ്രഹങ്ങളും അങ്ങേ വിശുദ്ധാദാസ്യ വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോടുകൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും സംരക്ഷണവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിനൊരുക്കമായ നൊവേന ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇന്ന് ചിന്തിക്കാം സഹനപുഷ്പമായ വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ച്. സ്നേഹത്തിൻ്റെ മറുനാമമാണ് സഹനം. ഗത്സമേനി തോട്ടത്തിൽ മരണവേദനയാൽ രക്തം വിയർത്തപ്പോഴും ജെറുസലേമിലേക്ക് നടന്നു നീങ്ങിയവരാണ് ഈശോ. സ്നേഹത്തിൻ്റെ കാൽവരിയിൽ മാംസം വേവിച്ചെടുത്ത് പങ്കുവെക്കുന്നവൻ, കയ്പുനീരുകളും ചാട്ടവാറടികളും പിന്നെ കുരിശുമരണവും സ്നേഹത്തോടെ ഏറ്റുവാങ്ങിയവൻ. ഏതൊരു മനുഷ്യനും മരിക്കുന്നത് പോലെ മരിച്ചുകൊണ്ട് താൻ മനുഷ്യനാണെന്നും ഒരു മനുഷ്യനും മരിക്കാത്തതുപോലെ മരിച്ചുകൊണ്ട് താൻ ദൈവമാണെന്നും തെളിയിച്ച് കുരിശിൻ്റെ വിരിമാറിൽ
സഹനത്തിൻ്റെ കയ്പുനീര് കുടിച്ചവൻ. ശിരസിലാണ്ടിറങ്ങിയ മുൾക്കിരീടത്തിന് അവനെ വേദനിപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ, പിന്തിരിപ്പിക്കാനായില്ല. ആ തോളിൽ വെച്ചു കൊടുക്കപ്പെട്ട ഭാരമേറിയ മരക്കുരിശിന് അവനെ വീഴ്ത്താനേ കഴിഞ്ഞുള്ളൂ, കീഴടക്കാനായില്ല. കൈകാലുകളിൽ തുളഞ്ഞു കയറിയ ഇരുമ്പാണികൾക്ക് അവനെ മുറിവേൽപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ, തോൽപ്പിക്കാനായില്ല. ഇതിനൊക്കെയും കാരണം ഒന്നു മാത്രം, സഹനങ്ങളുടെ ഉള്ളിൽ ഈശോ ഒളിച്ചു വച്ച എന്നോടുള്ള സ്നേഹം. ഉൾമുടിയണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. ഒരിക്കൽ ഒരാൾ എല്ലാം തകർന്ന് പ്രത്യാശ തീരെയില്ലാതെ പതറിയ മനസ്സോടെ താങ്ങാനാവാത്ത വേദനയോടെ പള്ളിയിൽ കയറി ചെന്നു. ഒന്നും മറച്ചു വയ്ക്കാതെ തൻ്റെ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് വിളിച്ചു പറഞ്ഞു. അല്പനേരം കഴിഞ്ഞ് അവൻ അൾത്താരയിലേക്ക് ഒന്ന് നോക്കി. അതിന് തൊട്ടുമുകളിൽ ആണികളുടെ ബലത്തിൽ മാത്രം തൂങ്ങിക്കിടക്കുന്ന ഈശോയെ കണ്ടു. ഉടനെ അവൻ വായ് പൊത്തി. അവനൊന്നും മിണ്ടാനായില്ല. പള്ളിയുടെ പടിയിറങ്ങി മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി മടങ്ങി വന്നു. കൂപ്പിയ കരങ്ങളോടെ ആ മനസ്സ് മന്ത്രിച്ചു, ദൈവമേ, നിൻ്റെയും മറ്റുള്ളവരുടെയും സഹനങ്ങളായി തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ സഹനം എത്രയോ നിസ്സാരം. ഗോതമ്പ് മണിയിൽ നിന്ന് നിറക്കതിരിലേക്കുള്ള വളർച്ചയുടെ ഇടവേളയായ സഹനത്തെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് രുചിച്ചറിഞ്ഞവൾ വിശുദ്ധ അൽഫോൻസാമ. വിശുദ്ധ അൽഫോൻസ ഗത്സമനി മുതൽ കാൽവരി വരെയുള്ള അത്ഭുതകരവും അതിദുഷ്കരവുമായ സഹനപാത തിരഞ്ഞെടുത്ത വിനീത കന്യകയാണ്. സഹനമാകുന്ന താക്കോൽ കൊണ്ട് ഈശോയുടെ ഹൃദയം തുറന്നവളാണ് അൽഫോൻസാമ. സഹനത്തിൻ്റെ തീച്ചൂളയിൽ സഹനം തന്നവൻ്റെ നിഴൽ കാണാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. തൻ്റെ ഓരോ സഹനവും മണവാളൻ തനിക്കായി അളന്നു തൂക്കി തരുന്നതായും തന്നോടുള്ള പ്രത്യേക സ്നേഹത്തിൻ്റെ അടയാളമായും അവൾ കണക്കാക്കി. അതുകൊണ്ടാണ് സഹനം കിട്ടാത്ത ദിവസങ്ങളിൽ അവൾ മണവാളനോട് ചോദിച്ചത്, ഇന്ന് നിനക്ക് എന്നോട് കെറുവാണോ? എന്തേ ഇന്ന് എനിക്ക് സഹനം തന്നില്ല? അവൾ തനിക്കുള്ളതെല്ലാം സമർപ്പിച്ചു. രോഗങ്ങൾ, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, പാരവശ്യങ്ങൾ, അങ്ങനെയെല്ലാം. അൽഫോൻസ എന്ന യുവക കന്യകയ്ക്ക് സഹനത്തെ ഇത്തരുണത്തിൽ സ്വീകരിക്കുവാൻ ഈ ജ്ഞാനമെല്ലാം എവിടെ നിന്ന് എന്ന് നമുക്കും ചോദിക്കാൻ തോന്നിയേക്കാം. അനുദിന ജീവിത സഹനങ്ങളെ സ്വീകരിക്കുവാൻ
വിശുദ്ധമായ ഒരു ധീരത നമുക്ക് ആവശ്യമാണ്. ലോകം മുഴുവൻ മഹാമാരിയുടെ പിടിയിൽ അമരുമ്പോൾ അതിനു മുമ്പിൽ പകച്ചു നിൽക്കാതെ വിശ്വാസദൃഷ്ട്യാ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. സഹിക്കുന്നവരിൽ മിശിഹാരൂപത്തെ കാണാൻ കഴിയണം. സഹനം വിശ്വാസത്തിൻ്റെ വലിയ പ്രകാശമായി കണ്ട് ജീവിത ദുരിതങ്ങളെ ദുരന്തങ്ങളായി കാണാതെ സ്വർഗത്തിൻ്റെ ചവിട്ടുപടികളാക്കിയ വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥ്യം നമുക്കും യാചിക്കാം. സഹനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ചിറകുകളിൽ പറന്നുയർന്ന് സ്വർഗത്തിലെത്തിയ വിശുദ്ധ അൽഫോൻസാമയെപ്പോലെ സഹനങ്ങളെ അനുഗ്രഹങ്ങളാക്കാൻ നമുക്കും പരിശ്രമിക്കാം.